എല്ലാ തവണത്തെ ഓണസദ്യ പോലെയല്ല, ഈ പ്രാവശ്യം വളരെ സ്പെഷ്യലാണ്. വിഭവസമൃദ്ധമായൊരു ഓണസദ്യയാണ് അപ്പയും അമ്മയും ഞങ്ങൾക്ക് ഒരുക്കി തന്നത്. രാവിലെ 6:30 കുർബാനയൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ ഒരൊറ്റ നിപ്പായിരുന്നു. അരിയാനും പിടിക്കാനും രസം ഉണ്ടാക്കാനും മോരുണ്ടാക്കാനും അച്ചിങ്ങുണ്ടാക്കാനൊക്കെ എന്നെ നിർത്തിയുള്ളൂ. കാരണം ബാക്കിയെല്ലാം രുചികരമാകണമെന്ന് നമുക്ക് നിർബന്ധമായിരുന്നു. ഓരോന്ന് അടുക്കും ചിട്ടയോടെ അമ്മ ചെയ്യുമ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു, മക്കൾക്കും കുടുംബത്തിനു വേണ്ടി ഇത്ര ഡെഡിക്കേഷനോടെ നമുക്ക് വെച്ച് വിളമ്പി തരുന്ന അമ്മമാർ നെക്സ്റ്റ് ജനറേഷനിൽ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ വളരെ ചുരുക്കമേ ഉണ്ടാവുള്ളൂ. സദ്യവട്ടങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പേരി വന്നു, പച്ചടി വന്നു, കാളൻ വന്നു, പുളിയിഞ്ചി വന്നു, പിന്നെ അച്ചിങ്ങ വന്നു, കർത്താവ് ഇതിൻ്റെ പേരെന്തായിരുന്നു, എരിശ്ശേരി വന്നു, അവിയൽ വന്നു, പിന്നെ പപ്പടം വന്നു, ചോറും വന്നു. ഇതൊക്കെ വീഡിയോ എടുക്കുമ്പോൾ കഴിക്കാൻ വേണ്ടിയുള്ള എൻ്റെ കൊതിയെ അടക്കി നിർത്തുകയായിരുന്നു. ഇതിൻ്റെ പേരൊക്കെ പഠിക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടു. പക്ഷെ എന്നാലും എല്ലാം കൂടി കഴിച്ചു കഴിഞ്ഞപ്പോൾ അയ്യോ, നമ്മുടെ വീട്ടുകാരോടൊപ്പം ഇരുന്ന് കഴിക്കുന്ന ഓണസദ്യക്ക് ഒരു പിടി കൂടുതൽ രുചിയും മധുരമൊക്കെ ആയിരിക്കും. കാരണം അത് ഒന്നിനും പകരം വെക്കാനാവില്ല. ഞങ്ങളുടെ പ്രത്യേക നിർബന്ധപ്രകാരമാണ് കേട്ടോ സേമിയോ പായസം വെച്ചത്. സേമിയോ പായസം ഒരു ഗ്ലാസ് കഴിച്ചു. അതും കുടിച്ചിട്ട് നല്ലൊരു ഓണസദ്യ ഓർമ്മകളായിട്ട് പിന്നെ ഒരൊറ്റ ചാച്ചല. അപ്പോൾ ശരി, ബൈ.